അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതൻ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ടിരുന്നു. മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇടയന്മാർക്ക് പ്രത്യക്ഷരായപ്പോൾ, ഇടയന്മാരെ അറിയിച്ചപ്പോൾ ഇടയന്മാർ ചെന്ന് കാണാൻ സാധിച്ചു. ദൈവ മഹത്വം കാണാൻ നമ്മളും ദൈവശബ്ദം കേൾക്കുമ്പോൾ അതനുസരിച്ച് പോകുവാൻ ആ സ്വർഗീയ സൈന്യം നമ്മൾക്കും പ്രത്യക്ഷപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകും. ഏതവസ്ഥയിലും ഏത് ജോലി ചെയ്യുന്നവർക്കും ഇടയന്മാർ അവരുടെ ജോലിയിൽ വിശ്വസ്തരായിരുന്നതുകൊണ്ട് അവർക്ക് ലഭിച്ചതായിട്ടുള്ള വലിയ ദർശനം. ഞാൻ നിങ്ങളായിരിക്കുന്ന ജോലികളിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവീയ ദർശനത്താൽ നിറയപ്പെടുവാൻ സാധിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ദൈവീയ ദർശനം നൽകി ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ആ ദൈവത്തിൻ്റെ ശക്തി, ആ ശബ്ദം, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, യേശു കർത്താവിൻ്റെ ജനനം അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ച ഇടയന്മാരെ പോലെ ഈ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഞങ്ങൾക്ക് ഈ ഭാഗ്യത്തിൽ വളരുവാനുള്ള കൃപ നൽകണം. ഈ വചനത്താൽ കേൾക്കുന്നവർ കാണുന്നവർ ശക്തി പ്രാപിക്കട്ടെ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.